മത്സര പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പാറ്റേൺ ചോദ്യങ്ങളാണ് റീസണിംഗ്, ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, അനലോഗി, ക്വസ്റ്റ്യനുകൾ. ഒരു മാത്സ് ഇഷ്ടമല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ വളരെ പ്രയാസമായി തോന്നിയേക്കാം. ഈ പരീക്ഷ തന്നെ വളരെ ടഫ് ആണെന്നും തോന്നിയേക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടെത്താനുള്ള എളുപ്പമാർഗവും ട്രിക്കും അറിയാമെങ്കിൽ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ ഒക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എളുപ്പമാർഗത്തിൽ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ ഒക്കുന്ന കുറച്ച് ട്രിക്കുകളാണ് നിങ്ങളുടെ മുമ്പ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ബിഗിനർ ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, അപ്പൊ ലെറ്റർ സീരീസ് വെച്ചുള്ള റീസണിങ് ക്വസ്റ്റ്യൻസിന് എളുപ്പമാർഗത്തിലൂടെ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപായമാണ് നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട്, ഈ ആൽഫബറ്റിക് ചാർട്ട് നമുക്ക് തറവായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് നിങ്ങൾ വരച്ചെടുത്ത് ഒരു കുറച്ച് തവണ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിൽ നമുക്ക് A to Z, A മുതൽ Z വരെയുള്ള 26 ആൽഫബറ്റുകളുടെയും റാങ്കിങ് ആണ് നമ്മൾ ഇതിൽ നിന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഓരോന്ന് എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഇതിൽ എ ആണ്. എയുടെ ആൽഫബറ്റ് നമ്മൾ ആദ്യം 1, 2, 3, 4, 5 എന്ന് നമ്മൾ എഴുതി ഇവിടെ. അതിന് ഡിനോട്ട് ചെയ്യാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ്, ബി സെക്കൻഡ്, സി തേർഡ്, ഡി ഫോർത്ത് നമ്പർ, ഇ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അഞ്ചാമത്തെ നമ്പർ. പിന്നെ നമ്മൾ ഈ സൈഡിൽ 6 എന്ന് എഴുതി. ഈ എഫിന്റെ റാങ്ക് ആണ് 6. പിന്നെ അങ്ങോട്ട് 6 കഴിയുമ്പോൾ നമുക്കറിയാം ജി എന്ന് പറയുന്നത് 7, എച്ച് എന്ന് പറയുന്നത് 8, 9, ഐ എന്ന് പറയുന്നത് 9, ജെ 10 ആയിരിക്കും. ഇവിടെ 11 എന്ന് പറഞ്ഞാൽ കെയുടെ റാങ്ക് ആണ്. അങ്ങനെ കെ 12, 13, 14, 15, പിന്നെ 16 വരും. പിയുടെ റാങ്ക് ആണ് 16. ഈ എല്ല് നമുക്ക് പെട്ടെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കും 12, എല്ല് 12. അങ്ങനെ നമ്മൾ ഈ എല്ലും 12ഉമായിട്ട് ഒരു കണക്ഷൻ വെച്ച് നമ്മളൊന്ന് തറവാക്കി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓർത്തെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. പിന്നെ എം, എൻ, ഒ എന്ന് പറയുമ്പോൾ 15, 16 പി, പിന്നെ 21 യു, പിന്നെ അത് കറക്റ്റ് നമ്മൾ പറയും. ഏറ്റവും ലാസ്റ്റ് അക്കമാണ് ഈ Z, 26 ആണ് അതിന്റെ ആൽഫബറ്റിക് റാങ്കിങ്. അപ്പം കൂട്ടുകാരെ, നമുക്കിനിയും ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഇതിന് ആൽഫബറ്റിക് അനലോഗി എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം ഇതാ നമ്മുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ചാർട്ട് വെച്ച് നമുക്ക് തുടക്കം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. അപ്പൊ നിങ്ങൾ ക്ഷമയോട് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ചെയ്യുക. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾ ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. ഇതിൽ പറഞ്ഞേക്കുന്ന AG കറസ്പോണ്ടന്റ് ടു IO. AG കറസ്പോണ്ട് ചെയ്യുന്ന IOയോടാണ്. അപ്പം EK എന്തിനോടായിരിക്കും കറസ്പോണ്ട് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവിടെ അറിയാം എയുടെ ആൽഫബറ്റിക് റാങ്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമ്മളിവിടെ 1 എന്ന് എഴുതി മനസ്സിലാക്കാൻ. ഇത് നമ്മൾ മനസ്സിൽ ചെയ്യേണ്ടതാണ്. തുടക്കമൊക്കെ നമ്മൾ ചെയ്ത് നമുക്കിത് പെട്ടെന്ന് എളുപ്പമായിട്ട് വരും. പിന്നെ നമുക്ക് കൊടുത്തേക്കുന്ന G ആണ്. ജിയുടെ ആൽഫബറ്റിക് ആണ്. ഇവിടെ F കഴിഞ്ഞ് 6, ഇവിടെ G7. നമുക്ക് G പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഈസി വേ ഉണ്ട്. G7, ഈ 7, G7 അങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് ഇതുമായിട്ട് ഇന്റർ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. G എന്ന് പറയുന്നത് 7, 17. ഓക്കെ, ഇവിടെ നമ്മൾ I ആണ്. I എന്ന് പറയുന്നത് നമുക്ക് 9 ആണെന്ന് അറിയാം. 9 എന്ന് എഴുതി. പിന്നെ O ആണ്. O എന്ന് പറയുന്നത് 16 മുമ്പ്, അതുകൊണ്ട് 15 ആണ്. ഓയുടെ നമുക്ക് റാങ്ക് കിട്ടി. ഓയുടെ റാങ്ക് 15. ഓക്കെ, അപ്പൊ നമുക്കിനിയും ഈ എയും ഐയും കൂടെ ഇന്റർ കണക്ട് ചെയ്ത് എത്രയാണെന്ന് നമുക്ക് പറയാം. AGIO. എ എന്ന് പറഞ്ഞ ഫസ്റ്റ് റാങ്കാ. ഈ എയും ഐയും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 8 അക്കത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. 8 അക്കത്തിന്റെ. ഈ 1 എ എന്ന് പറഞ്ഞ ഫസ്റ്റ് റാങ്കാ. ഐ എന്ന് പറഞ്ഞ 9ാമത്തെ റാങ്ക്. 8ൽ നിന്ന് 8 അക്കം പോയാലേ 9 കിട്ടത്തുള്ളൂ. അപ്പൊ 8 ഡിഫറൻസ്. പിന്നെ കൊടുത്തേക്കുന്ന
ജി കറസ്പോണ്ടന്റ് ടു ഇവിടെ കൊടുത്തിരിക്കുന്ന O ആണ്. ഈ 7ൽ നിന്ന് എത്ര പോയായിരിക്കും 15 കിട്ടുന്നത്? ജിയുടെ റാങ്ക് ജി കഴിഞ്ഞ് എത്ര അക്കം പോയായിരിക്കും O കിട്ടുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 7ൽ നിന്നും 8 അക്കം പോയാണ് 15 കിട്ടുന്നത്. അപ്പൊ ഇത് 2 8 ആണ് ഡിഫറൻസ്. അപ്പൊ നമുക്കിനി ഈ കെ ഇവിടെ രണ്ടും 8 അക്കമാണ് എഴുതിയിരിക്കുന്നത്, ഇത് 8. അപ്പൊ നമുക്കിനി ഈയുടെ ഇവിടുത്തെ ഈയുടെ എത്ര ആൽഫബറ്റിക് നമ്പറാണ്? ഈ 5 ആണ്. ഇവിടെ കെ 11. അപ്പൊ നമ്മൾ ഈ 8ഉം ഇവിടെ നമ്മൾ ഇത് തമ്മിൽ ഇത് ചെയ്തല്ലോ ഡിഫറൻസ്. ഈ എയും ഈ ഐയും കൂടെ ഡിഫറൻസ് 8, ഈ ജിയും ഈ ഓയും തമ്മിലുള്ള ഡിഫറൻസ് 8. ഇത് തന്നെ നമ്മൾ ഈ ഇക്കും ഈ രണ്ടിന്റെ ഈ ഡിഫറൻസ് നമ്മൾ ഇയും ഈ കെയും നമ്മൾ പ്ലസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കിട്ടുന്ന 13, പിന്നെ കിട്ടുന്നത് 19. ഈ 13, 19 ഏതൊക്കെ ആൽഫബറ്റിക് റാങ്ക് ആണ് നമുക്ക് നോക്കാം. 13 എന്ന് പറയുന്നത് ഇവിടെ എം ആണ്. 11, 12 എം. 19 എന്ന് പറയുമ്പോൾ നമ്മൾ 17, 18, 19 എസ് ആണ്. അപ്പം ഇ കെ കറസ്പോണ്ടന്റ് ടു എം എസ് എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇ കെ കറസ്പോണ്ടന്റ് ടു എം എസ്, അതാണ് ഇതിന്റെ ആൻസർ. നമുക്ക് ഇനിയും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പം കൂട്ടുകാരെ നമുക്ക് വേറൊരു ചോദ്യം കൂടെ ചെയ്യാം ഇതുപോലത്തെ തന്നെ. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ ADE കറസ്പോണ്ടന്റ് ടു FGJ. നമുക്ക് കണ്ടുപിടിക്കേണ്ട KNO കറസ്പോണ്ടന്റ് ടു എന്തോ ആണ്. നമുക്കിവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓൾറെഡി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഈ ഒരു ഇതുപോലെ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഓപ്ഷൻ കാണും. നമ്മളിത് പെട്ടെന്ന് ഇതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്തണം. PQR, PQT, RQP, TPR. ലെറ്റ്സ് ഫൈൻഡ് ഇതിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആൽഫബറ്റ് ഏതാണ്. അപ്പൊ നമ്മളത് ഫസ്റ്റ് ഇവിടെ നിന്ന് എഴുതി ചെയ്യുകയാണ്. ADE ഞാനൊന്ന് എഴുതി വെച്ചു. ഇവിടെ നമ്മൾ FGJ മുമ്പത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ നമുക്കറിയാം പിന്നെയും A തന്നെയാണ്. A എന്ന് പറയുന്ന ഫസ്റ്റ് ഇതാണ് ആൽഫബറ്റ് റാങ്ക്. പിന്നെ D ആണ്. D എന്ന് പറയുന്ന 4th ആൽഫബറ്റിക് റാങ്ക് ആണ്, അതും എഴുതി. E എന്ന് പറയുന്നത് 5th ആൽഫബറ്റിക് റാങ്ക്. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഈ F എന്ന് പറയുമ്പോൾ 6th ആൽഫബറ്റിക് റാങ്ക്. G തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് 7. J നമുക്ക് 10 ആണ്. സോ ഈ എയും ഈ എഫും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 - 6 എന്ന് പറയുമ്പോൾ 5 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഡിയും ജിയും തമ്മിലുള്ള ഡിഫറൻസ് 4 - 7 നമ്മൾ 4ഉം 7ഉം ആണ്. അപ്പൊ നമുക്കറിയാം 3 ആണ്. അപ്പം ഇയും ജെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 5ഉം 10 ആയതുകൊണ്ട് 5 അക്കത്തിന്റെ ഡിഫറൻസ് ആണ്. നമുക്ക് അവിടെ ഇപ്പൊ കിട്ടി 5, 3, 5. ഈ ADEയും FGJയും കൂടെ ഡിഫറൻസ് 5, 3, 5 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് KNO ഇവിടെ അപ്ലൈ ചെയ്യാം. KNO എന്ന് പറയുമ്പോൾ 11, N എന്ന് പറയുമ്പോൾ 14, O എന്ന് പറയുമ്പോൾ 15. സോ നമ്മൾ ഇനി കൂട്ടിക്കൊടുക്കാൻ പോവാണ്. 5 + 5 = 16 + 3 = 17 + 5 = 20. നമുക്കപ്പോൾ ഇവിടെ കിട്ടാൻ പോവാണ് ആൻസർ 16, 17, 20. 16 അപ്പൊ ഏതായിരിക്കും? P. 17 ഏതായിരിക്കും? ഈ 16 പിയുടെ തൊട്ടടുത്ത് കിടക്കുന്നത് Q. 20, 21 യുടെ മുമ്പാകുമ്പോൾ T. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട്. ഓപ്ഷൻ B ആണ് ആൻസർ. ഓപ്ഷൻ B ആയ ഇതിന്റെ ആൻസർ ആണ് PQT. ഇത്രയേ ഉള്ളൂ ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസർ. സോ സിമ്പിൾ ആണ്. നമ്മൾ ശ്രദ്ധയോടെ ആൽഫബറ്റിക് റാങ്ക് മനസ്സിലാക്കി ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമായി ഇതിൽ നിന്ന് നമുക്ക് മാർക്സ് ഇതുപോലുള്ള ചെറിയ ചോദ്യങ്ങളിൽ നിന്ന് മാക്സിമം മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ വെക്കുന്നതാണ്.